ഗ്രീൻ ഗ്ലോബൽ പ്രേക്ഷകർക്ക്, കാഴ്ചക്കാർക്ക്, കേൾവിക്കാർക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അതിൽ പരിസ്ഥിതിയുണ്ട്, ജലമുണ്ട്, രാഷ്ട്രീയമുണ്ട്, സംസ്കാരമുണ്ട്, ഭാഷയുണ്ട്, ചരിത്രമുണ്ട്, ആളുകളുടെ ആവലാതികൾ എല്ലാമുണ്ട്. 31ഓളം ക്ഷേമ പെൻഷൻ പദ്ധതികളുണ്ട് അതിപ്പോൾ 31 കോർപ്പറേഷൻ കാണും, ബോർഡുകളോ കോർപ്പറേഷനുകളോ കാണും. അങ്കണവാടി ക്ഷേമനിധി ബോർഡ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, പിന്നെ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ഇങ്ങനെ 31 ക്ഷേമനിധി ബോർഡുകളുണ്ട്. അതിൽ 15 എണ്ണവും നഷ്ടത്തിലാണ് ഓടുന്നത്. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. 1000-1500 രൂപയാണ് പെൻഷൻ കൊടുക്കുന്നത്. ചിലപ്പോൾ 2500 വരെ കൊണ്ട് കണക്ക് കൂട്ടിയാൽ 2500 വരെ കൊടുക്കാൻ പറ്റും. പല ക്ഷേമനിധിയിലും പല രൂപത്തിലാണ്. വർഷങ്ങളായി കൊടുത്തിട്ടെന്നേ. അംഗനവാടികൾക്ക് 4 വർഷമായി പലർക്കും കൊടുക്കുന്നില്ല. അത് 300 പേർക്കാണ് കൊടുക്കുക, ബാക്കി കുറച്ച് പേർ, അത് വേറെ വിഷയമാണ്, അല്ലാത്ത കുറച്ച് പേർക്ക് കൊടുത്തില്ല. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയ ഒരു വർഷമായവർക്ക് ഇനി പലർക്കും അംഗനവാടിയിൽ കിട്ടാനുണ്ട്, ബാക്കിയുള്ളവർക്ക് കൊടുത്തു. ഭൂരിപക്ഷത്തിനും കൊടുത്തു, പക്ഷേ കുറച്ച് പേർക്ക് കിട്ടാനുള്ളൂ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയവർ. എന്നാൽ ഒരു 300 പേരുടെ വേറെ പ്രശ്നമുള്ളതുകൊണ്ട് അവർക്ക് ക്ഷേമനിധിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ ക്ഷേമനിധി ആനുകൂല്യങ്ങളുണ്ട്. അംഗൻവാടിയിൽ നിന്ന് റിട്ടയർ ആയപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ക്ഷേമനിധി ആനുകൂല്യങ്ങളുണ്ട്, അതൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ 3,65,000 പേർക്ക് 15 മാസമായി ക്ഷേമനിധി കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് എല്ലാ വിഭാഗം ആളുകൾക്കും ക്ഷേമനിധി കൊടുത്തിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ആർക്കാ ക്ഷേമനിധി കൊടുക്കുന്നത്? 60, 62, 65 വയസ്സ് കഴിഞ്ഞവർക്കാണ്. അപ്പോൾ 2-3 വർഷമായെങ്കിൽ അവർക്കിപ്പോൾ 70 വയസ്സായി കാണുമെന്നേ. അവർക്ക് ഷുഗറുണ്ട്, BP ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഇല്ലാത്ത അസുഖങ്ങളില്ല. അവർക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലെന്നേ. അവർ ഈ പെൻഷൻ വാങ്ങുന്നതുകൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടത്തില്ല, ഈ പെൻഷൻ വാങ്ങുന്നതുകൊണ്ട് വിധവ പെൻഷൻ കിട്ടത്തില്ല. ഇത് പെൻഷനെ ഇപ്പോൾ എല്ലാം കൂടി ഏകീകരിച്ച് കളഞ്ഞു. അത് തോമസ് ഐസക് ചെയ്ത ഏറ്റവും വലിയൊരു ചതിയാണ്. എന്നിട്ടിപ്പോൾ അങ്ങേര് തെക്ക് വടക്ക് ചെറുപ്പക്കാരെ സംഘടിപ്പിക്കാൻ നടക്കുകയാണ്. തോമസ് ഐസക് ചെയ്തൊരു വലിയ ചതിയാണ് പെൻഷൻ ഏകീകരണം നടത്തിയത്. പല പെൻഷനുകൾ ആളുകൾ വാങ്ങുന്നു പറഞ്ഞ് ചട്ടിയിൽ, പെൻഷൻകാരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിക്കളഞ്ഞു. എന്തൊരു കഷ്ടമാണ് ചെയ്തത്. ഇപ്പോൾ ഇതാ പാവങ്ങൾ കഷ്ടപ്പെടുന്നു, ദരിദ്രരാകുന്നു, വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്നു. അവർക്ക് ഓണമില്ല. ക്ഷേമനിധിക്കാർക്ക് ഓണം എവിടെ എന്നൊരു ചോദ്യം ഈ ഗ്രീൻ ഗ്ലോബൽ സർക്കാരിനോട് ചോദിക്കുന്നു. അടിയന്തരമായി നിങ്ങൾ കടം വാങ്ങിയിട്ടായാലും, സർക്കാർ പണം കൊടുത്തിട്ടായാലും, വായ്പ എടുത്തിട്ടായാലും 31 ക്ഷേമനിധിക്കാരും ഓണത്തിന് കുറേശ്ശെങ്കിലും 5 മാസത്തെങ്കിലും പെൻഷൻ എല്ലാവർക്കും കൊടുക്കണം. അവരും ഓണം ആഘോഷിക്കട്ടെ. വീട്ടിൽ മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ അവർക്ക് 1 രൂപ കയ്യിലെടുക്കാനില്ലാതെ 60 വർഷവും 70 വർഷവും ജോലി ചെയ്തിട്ട് ഒന്നും എടുക്കാനില്ലാതെ കരയുമ്പോൾ ആ കണ്ണുനീരിൽ ഒരു സർക്കാരിനും ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല, ഒരു ജനാധിപത്യവുമില്ല. ക്ഷേമനിധിക്കാരുടെ കണ്ണീർ കാണാൻ ഈ നാട്ടിൽ ആളുകൾ ഇല്ലയോ എന്നത് ഗൗരവമായൊരു ചോദ്യമാണ്. ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കുക. 31 ക്ഷേമനിധിയിലെയും എല്ലാവർക്കും ഇപ്രാവശ്യം ക്ഷേമ പെൻഷൻ ഓണത്തിന് മുമ്പ് കൊടുത്തിരിക്കണം. 5 ഗഡുവെങ്കിലും കൊടുക്കുക. ബാക്കിയുള്ളതിരിക്കട്ടെ. ഓണത്തിന് മുമ്പ് എല്ലാവരും സന്തോഷത്തോടെ 5000 രൂപ മുതൽ 10,000 രൂപ വരെ കയ്യിൽ വാങ്ങി അവർ പുതിയ തോർത്തെടുക്കട്ടെ, മുണ്ടെടുക്കട്ടെ, നേരിയതെടുക്കട്ടെ. അവർ മുറുക്കാൻ വാങ്ങട്ടെ. ഇനി സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ സിഗരറ്റ് വലി പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അവർ വേണമെങ്കിൽ ബീഡിയൊക്കെ വലിച്ചോട്ടെ, കുറച്ച് സ്മാൾ അടിക്കുന്നവർ സ്മാൾ അടിച്ചോട്ടെ. അവർ ഓണം ആഘോഷിക്കട്ടെ. അവരുടേത് കൂടാണ് ഓണം. അവരുടെ 60 വർഷത്തെ, 50 വർഷത്തെ, 70 വർഷത്തെ അധ്വാനത്തിലാണ് കേരള സമൂഹം പടുത്തുയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള സമൂഹമേ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കുമ്പോൾ, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത് വാങ്ങുമ്പോൾ, എല്ലാവരും വാങ്ങുമ്പോൾ നമ്മുടെ ക്ഷേമ പെൻഷൻകാരെ കരയിക്കരുത്. അവരുടെ കണ്ണീർ വലിയ കടലായി മാറുകയാണ്.